ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വളരെ സന്തോഷ വാർത്തയാണ്. അത് കഴിഞ്ഞ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ കൈലാസ യാത്ര നിന്നിരിക്കുകയായിരുന്നു. പിന്നീട് ഓരോരോ കാരണങ്ങളെ കൊണ്ട്, ഓരോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ചൈന ചില രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചില കാരണങ്ങളെ കൊണ്ട് കൈലാസയാത്ര പൂർണ്ണമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരു അപ്രാപ്യമായ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഒരു ധാരണയായി. ആദ്യം നമ്മുടെ എല്ലാ വർഷവും സാധാരണ ഇന്ത്യ ഗവൺമെൻറ് ഇൻഡോ തിബറ്റൻ പോലീസ് ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് കുറച്ച് പേരെ ഇന്ത്യക്കാരെ കൊണ്ടുപോയി. അത് വളരെ ദുർഘടമായിട്ടുള്ളൊരു യാത്രയാണ്. കാരണം നമ്മുടെ ഈ ആദി കൈലാസ യാത്രയുടെ റൂട്ടാണ്. അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരുപാട് ഏകദേശം ഒരു മാസത്തോളം എടുക്കുന്നതാണ്. പ്രതിമാബേദിയൊക്കെ ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടിട്ടുള്ളത് അതുവഴി പോയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പറയാൻ കാരണം അതുവഴിയുള്ള ആ യാത്ര ഇപ്പോഴും അതിലെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. വളരെ ദൂരം, എന്താ പറയുക, വളരെ സമയമെടുക്കും, കാശും കൂടുതൽ ചിലവാകുന്നതാണ്. പക്ഷേ എല്ലാ വർഷവും ഒരു 1, 2, 3 ഗ്രൂപ്പുകൾ ഇത് ഒരു ഉടമ്പടി പോലെ അത് നടക്കാറുണ്ട്. അതും കഴിഞ്ഞ 5 വർഷമായിട്ട് നിലച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വർഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രൂപ്പ് പോയി. നമ്മുടെ തിബറ്റൻ ഏജൻറ്റിൻ്റെ ആദ്യ ഗ്രൂപ്പ് കൈലാസത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിനോട് തയ്യാറായിക്കൊള്ളാനാണ്. അപ്പോൾ നിങ്ങളെ ഈ അറിയിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ജൂലൈ 22-ാം തീയതി നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഓഗസ്റ്റ് 4-ാം തീയതി ചിന്മയാനന്ദ സ്വാമികളുടെ മഹാസമാധിയാണ് ഓഗസ്റ്റ് 4-ന് ഈ യാത്ര പര്യവസാനിക്കും. തിരിച്ച് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ 22 മുതൽ ഓഗസ്റ്റ് 4 വരെ നീണ്ടു നിൽക്കുന്ന കൈലാസ യാത്ര. ആദി കൈലാസം വേറെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അത് സെപ്റ്റംബറിൽ, ഓഗസ്റ്റ് അവസാനം വരുന്നുണ്ട്. സെപ്റ്റംബറിലാണ് ആ യാത്ര. അപ്പോൾ ഇത് കൈലാസ യാത്ര, കൈലാസ് മാനസരോവർ യാത്ര. അപ്പോൾ ഈ യാത്ര താല്പര്യമുള്ളവർക്ക് ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും ഇമെയിലും സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ വെബ്സൈറ്റ് അഡ്രസ്സും ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 6 മാസത്തെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ മറ്റ് ചിലവുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ടാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും. യാത്രയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് യാത്രയ്ക്ക് വരുന്നവർ ഞങ്ങൾ സ്ഥിരമായിട്ട് ഗൂഗിൾ മീറ്റും അല്ലാത്ത മീറ്റിങ്ങും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഗൈഡ് ലൈൻസും നമ്മൾ യാത്രയ്ക്ക് കൂടെ ഉണ്ടാവുന്നതാണ്. മെഡിക്കൽ ടീമുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ 19ാമത്തെ യാത്രയാണിത്. ഈ യാത്ര 18 നമ്മൾ പൂർത്തീകരിച്ചത്. 19ാമത്തെ യാത്രയാണ്. ഈ വർഷം സെപ്റ്റംബറിൽ നമ്മൾ മറ്റൊരു 2ാമത്തെ ഒരു ടീം പോകുന്നുണ്ട് കൈലാസ യാത്ര. അപ്പോൾ ഈ യാത്രയിൽ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക. കാരണം സമയം അധികം ഇല്ലാത്തത് കൊണ്ട്. കാരണം ഇതിങ്ങനെ ഒരു അൺസർട്ടണിറ്റി ആയിരുന്നു ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇതിൽ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റാത്തത്. പക്ഷേ ഒരു വലിയ ഗ്രൂപ്പ് ഇതിന് തയ്യാറായിട്ട് ഇങ്ങനെ എപ്പോഴാണെന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും മറ്റുള്ള എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾക്ക് വരാം. കൈലാസ യാത്ര അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണത്. എത്ര ദിവസം നടക്കണം എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഇതിൽ ആകെ വരാൻ നമ്മൾ അതിനെ ആസ്മ ഇത് എന്നൊക്കെ അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല.
നമ്മുടെ ഈ കൈലാസത്തിൻ്റെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഡാർച്ചൻ എന്ന് പറയുന്നത് വരെ ബസ് വണ്ടി പോവും. അത് കഴിഞ്ഞ് പിന്നെ യമദ്വാർ എന്ന് പറയുന്ന ഇടം, യമദ്വാർ വരെ ഇപ്പോൾ പോവും വണ്ടി, ഞങ്ങളെ യമദ്വാരത്തിൽ കൊണ്ടാക്കും. പിന്നെ 3 ദിവസമാണ് പരിക്രമ എന്ന് പറയുന്നത്. 1, 2, 3 ദിവസം നമ്മൾ നടക്കുക, കുതിരയെടുക്കാം, ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ശേഷി പോലെ. അതൊക്കെ നമ്മൾ ആ സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. ചിലർ ആദ്യത്തെ ദിവസം അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരും, ചിലർ താഴെ മാത്രം നിൽക്കും, ചിലർ മൂന്നും കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ 3ആയിട്ടാണ് സാധാരണ ഗ്രൂപ്പ് പിരിയാറ്. ഏതായാലും ഒരാൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതവിടെ നിൽക്കും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിശൈത്യം, മഞ്ഞുവീഴ്ച ഇത്യാദികളുണ്ടെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് അതിനെ ടിബറ്റൻ അവരത് അനുവദിക്കില്ല. കാരണം അവിടെ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ നടന്നെത്തിയാൽ പോരാ, നമ്മുടെ ഫുഡ്, നമ്മുടെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ അവിടെ എത്തണം. അപ്പോൾ അതിന് സഞ്ചരിക്കുന്ന യാക്ക്, കുതിര, ഇതിനൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്. മറ്റ് കാലാവസ്ഥയായിട്ടൊന്നും ബന്ധപ്പെട്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെയെല്ലാം ഈ പറഞ്ഞ പോലെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ഇതാണ്. ഇങ്ങനെയുള്ള യാത്രകൾ എപ്പോഴും നമുക്കങ്ങനെ പ്രത്യേകിച്ച് ടിബറ്റൻ വെതറൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട്. ഏതായാലും നമുക്ക് അനുകൂലമായിട്ട് പൊതുവേ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ജൂലൈ 22 തുടങ്ങി ഓഗസ്റ്റ് 4 തീയതി വരെയുള്ള കൈലാസയാത്ര താല്പര്യമുള്ളവർ ഉടനെ ബന്ധപ്പെടുക. അറിയും.